നോക്കിക്കോ, സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ 2 വിത്ത് കഴിഞ്ഞ തവണ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മര്യാദയ്ക്ക് കട്ടെടുത്തോണ്ട് പോയി ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വെക്കണോ എന്ന് പറയുന്ന ശബ്ദമുയർന്നേനെ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എങ്ങനെ സംസാരിക്കുന്നവരാണ് അവരെന്ന്? ശോഭയുടെ തന്നെ സംഭാഷണം ഒന്നുകൂടി കേട്ടു. പക്ഷേ ഇതിൽ നമ്മുടെ പ്രശ്നത്തിലേ ഉള്ളൂ, മാഷയുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാതെ പുണ്യപ്രവർത്തി ചെയ്യാനല്ല. എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ചു വായിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഈ കള്ളത്തരങ്ങളില്ല, ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയേണ്ട കാര്യമുള്ളൂ. മാറ്റക്ക് ഈ പൈസ വന്നിട്ടുള്ളത് വേറെ വഴി കൂടിയാണ്. പിന്നെ നിതിൻ ഗഡ്കരിജി 1.5 വർഷം കഴിയുമ്പോ അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് മാറാൻ പോവുക. അപ്പൊ അവിടെ കിടക്കുന്ന 1 കോടി റുപ്യ നമുക്ക്